നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കൊരു സന്തോഷ വാർത്ത. ഡേവിഡ് കാറ്റലക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിൽ കൃത്യമായ ട്രാക്ക് റെക്കോർഡുള്ള മികവ് കാണിച്ച കോച്ചിനെ എത്തിക്കുന്നു. ആഷ്ലി വെസ്റ്റ്വുഡ്, ബാംഗ്ലൂർ FC കോച്ചായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഓർമ്മയുണ്ടാകും. ആ ആഷ്ലി വുഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാക്കി നിയമിക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്ന വാർത്ത പുറത്തുവിടുന്നു ഖേൽ നൗ. അവർ എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ വിശദമായിട്ട് വാർത്തയിലേക്കൊന്ന് പോവുകയാണ്. അവർ കൊടുക്കുന്ന റിപ്പോർട്ട്: കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ്ഡ് ടോക്സ് വിത്ത് ആഷ്ലി വെസ്റ്റ്വുഡ് ടു റീപ്ലേസ് ഡേവിഡ് കാറ്റല. അപ്പോൾ കാറ്റലക്ക് പകരം ആഷ്ലി വെസ്റ്റ്വുഡിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡേവിഡ് കാറ്റലയെ വൈകാതെ സാക്ക് ചെയ്ത് ഒഫീഷ്യലി പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൽ ഇവർ കൃത്യമായിട്ടൊരു സോഴ്സിനെ ഉദ്ധരിച്ച് പറയുന്നത് പുതിയ കോച്ചിനെ എത്തിക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഖേൽ നൗ ക്യാൻ എക്സ്ക്ലൂസീവ്ലി റിവീൽ ദാറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ഇൻ അഡ്വാൻസ്ഡ് ടോക്സ് വിത്ത് ആഷ്ലി വെസ്റ്റ്വുഡ് ടു ടേക്ക് ഓവർ ആസ് ഹെഡ് കോച്ച്. ഡിസ്കഷൻസ് ഫൈനൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് പോകുന്നതെങ്കിൽ, സ്മൂത്ത്ലി പോവുകയാണെങ്കിൽ അടുത്ത 24-48 മണിക്കൂറിനകം, 2 ദിവസത്തിനകം ഇത് ഒരു ഫൈനൽ എഗ്രിമെന്റിലേക്ക് എത്തും. എന്നിട്ടൊരു സോഴ്സിനെ ഉദ്ധരിച്ച് അവർ പറയുന്നു ന്യൂ കോച്ചിന് കുറച്ച് സമയം ആവശ്യമായിരിക്കും. സോ ഇന്റർനാഷണൽ ബ്രേക്കിൽ അതിനുള്ള അവസരം കിട്ടും. കേരള ബ്ലാസ്റ്റേഴ്സ് ചേഞ്ചസ് വരുത്താൻ വേണ്ടി പോകുന്നു, പുതിയ ഹെഡ് കോച്ചിനെ കൊണ്ടുവരുന്നു. ഇതിൽ 2 പാർട്ടീസും തമ്മിലുള്ള ടോക്സ് അഡ്വാൻസ് സ്റ്റേജിലാണ്. ഇഫ് ഓൾ ഗോസ് വെൽ then they can sign the deal in the next 24 to 48 hours. ഇതാണ് ഒരു സോഴ്സിനെ ഉദ്ധരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വെസ്റ്റ്വുഡിനെ എന്തുകൊണ്ട് എത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ ഫുട്ബോളിൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ അറിയുന്ന ഒരു കോച്ചിനെയാണ് വേണ്ടത്. അപ്പോൾ ബംഗളൂരു FC 2013 ഫ്രം സ്ക്രാച്ച് മികച്ചൊരു ടീമായിട്ട് വളർത്തി കൊണ്ടുവന്നയാളാണ് ആഷ്ലി വെസ്റ്റ്വുഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2 ഐ ലീഗ് കിരീടങ്ങൾ നേടുകയുണ്ടായി, ഫെഡറേഷൻ കപ്പ് നേടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ 3 വർഷത്തെ സ്റ്റിൻറ്റിൽ നല്ല പ്രൊഫഷണലിസം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബംഗളൂരു FC അദ്ദേഹത്തിന് സന്നിവേശിപ്പിക്കാൻ പറ്റിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നെ അദ്ദേഹം ATK കെയർടേക്കർ മാനേജറായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു. പഞ്ചാബ് FC കോച്ചായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു, റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് അതാണ് പേര്. 2021 മുതൽ 2022 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ. അതിനുശേഷം അദ്ദേഹം ഇന്റർനാഷണൽ ഫുട്ബോളിൽ കോച്ചായിട്ട് പോയി. അഫ്ഗാനിസ്ഥാൻ്റെ കോച്ചായിട്ട് 2023-24 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ മറക്കാത്തൊരു കാര്യമായിരിക്കും. അവിടെ അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് പോയി. ആ ഒരു സമയത്ത് ഇന്ത്യക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയിങ് ഗ്രൂപ്പ് മത്സരത്തിൽ 2-1 ഇന്ത്യക്കെതിരെ ഗുവാഹട്ടിയിൽ അവർ വിജയിച്ചത് ഓർമ്മയുണ്ടാകും. പിന്നെ അദ്ദേഹം 2024 ഹോങ്കോങ്ങിൻ്റെ കോച്ചായിട്ട് പോവുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം എത്തുന്നതിൻ്റെ തൊട്ടരികിലാണുള്ളത്. മികച്ചൊരു കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.